ഹലോ നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പരിചയപ്പെടുന്ന വീട് എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്തായിട്ട് പുക്കാട്ടുപടി കുഞ്ചാട്ടുകരയിലാണ്. 3 ബെഡ്റൂമിൻ്റെ 2 നില വീടാണ് വിൽക്കുവാനുള്ളത്. ഈ വീട് വരുന്ന സ്ഥലത്ത് നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും ആലുവയിലേക്ക് 5.5 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും സമാരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. 3,100 ഒറിജിനൽ ലാൻഡിൽ 1570 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നും മെയിൻ ബസ് റൂട്ടിലേക്ക് 400 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നല്ലൊരു ഫ്രണ്ട് എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ്. വലിയൊരു SUV പാർക്കിങ്ങുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നതാണ്. സൈഡിലായിട്ട് നമുക്ക് സ്കൂട്ടറൊക്കെ വെക്കാനുള്ള സ്പേസും ഉണ്ട്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് ഉള്ളത്. സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ മതിലൊക്കെ നാച്ചുറൽ സ്റ്റോണൊക്കെ കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കിഴക്ക് ദർശനമായാണ് ഈ വീട് പണിതിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. നല്ലൊരു ഡിസൈനിലുള്ള ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആഞ്ഞിലി, മഹാഗണി പോലുള്ള മരങ്ങളാണ് ഇവിടെ മര ഉൾപ്പെടികളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡോറ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിശാലമായ വിസിറ്റിംഗ് ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലൂക്കറിൻ്റെ ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ TV വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നുള്ള രീതിയിലുള്ള ഒരു TV യൂണിറ്റും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് 3 പാളിയുടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ താഴത്തായിട്ടും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട്. സൈഡിലായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് കൊടുത്ത് നല്ല മനോഹരമായാണ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് കാണുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയാണ്. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയ ഇവിടെ കിട്ടുന്നതാണ്. അവിടെയും സീലിംഗിൽ ഫാൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ജിപ്സം സീലിംഗ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായി ഒതുക്കിയാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് റൂമിൻ്റെ സൈഡിലായിട്ട് ഇവിടെയും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഇവിടെ അതിൻ്റെയൊക്കെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തെല്ലാം റിവർ സ്റ്റോണും ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ടാണ് മുറ്റം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത്. ഇവിടെയും നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. 5ഓളം ജനലുകളാണ് ഈ ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പാനൽ വർക്കൊക്കെ ചെയ്താണ് ജനൽ കൊടുത്തിട്ടുള്ളത്. 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. അടുത്തായി നമുക്ക് കാണുന്നത് ഈ വീടിൻ്റെ ഫുള്ളി ഫർണിഷ്ഡ് കിച്ചണാണ്. താഴെയും മുകളിലുമായി
ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് കബോർഡ് വർക്കുകൾ പൂർണ്ണമായും ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കളറിലുള്ള കബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ സീലിങ്ങിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം കൊടുത്ത് മനോഹരമായ അടുക്കള ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ഭിത്തി ഫുള്ളായി ടെക്സ്ചർ ഡിസൈനെ കൊടുത്ത് മനോഹരമായാണ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയും നല്ല മനോഹരമായാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായാണ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ അടുത്തായി പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ 2ാം നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. ഇവിടെയും 5ഓളം ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് 3 ഡോറിൻ്റെ വാർഡ്രോബും ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് മനോഹരമായാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂമിൻ്റെ ഡോറെല്ലാം കൊടുത്തേക്കുന്നത് ഫൈബർ ഡോറിലാണ്. ഷവർ എല്ലാം പുതിയ മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡോറുകളെല്ലാം തന്നെ പൂർണ്ണമായും മരത്തിലാണ് പണിതിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും ഫാൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് 3 ഡോറിൻ്റെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഫാനുകളെല്ലാം ലൂക്കർ ബ്രാൻഡിൻ്റെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണിയും കൂടി വരുന്നുണ്ട്. ഇവിടെയും സീലിംഗ് വർക്കും LED ലൈറ്റ് കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയയാണ്. വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 62 ലക്ഷം രൂപ മാത്രമാണ്. നല്ല ഭംഗിയുള്ളൊരു വീടാണ്. കൂടാതെ അകത്തൊക്കെ നല്ല സൗകര്യമുള്ള വീടാണ്. ഈ വീട് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും വീട് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു 10 ലക്ഷം രൂപ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ ബാക്കി പൈസ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഈ വീട് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.